ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, എൻ്റെ സ്നേഹവും കരുണയും തിരിച്ചറിഞ്ഞ് ഈ കൃപയുടെ തിരുമണിക്കൂറിൽ കർത്താവേ അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളതിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയെ, നീ വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ഒരു കാരണവശാലും ഞാൻ ഉപേക്ഷിക്കത്തില്ലെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ്, നിരവധിയായ പാപങ്ങൾ മൂലം കർത്താവെ പലപ്പോഴും നിന്നിലേക്ക് അടുക്കാൻ സാധിക്കാതെ വരുമ്പോഴും നിൻ്റെ അനന്തമായ കരുണയാൽ അചഞ്ചലമായ സ്നേഹത്താൽ നീ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നു. നീ ഞങ്ങളോട് കാണിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൃപയുടെ സമയത്ത് അങ്ങ് വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനോടൊപ്പം നമ്മൾ ധ്യാനിക്കുന്ന ഈ സമയത്ത് കത്തോലിക്കാ സഭയുടെ പദബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ പാപം ചെയ്ത സമയം മുതൽ മനുഷ്യന് നഷ്ടമായ ഒന്ന് ദൈവത്തിൻ്റെ നന്മയിലുള്ള ആ ഒരു വലിയ വിശ്വാസമാണ്. സഭയുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന കാര്യം, ആദ്യ മാതാപിതാക്കളിലൂടെ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് നഷ്ടമായത് ദൈവത്തിൻ്റെ നന്മയിലുള്ള ആ ഒരു വലിയ വിശ്വാസമാണ്. ദേ ഹാവ് ലോസ്റ്റ് ദ ട്രസ്റ്റ് ഇൻ ഗോഡ്. ചുമ്മാ വിശ്വാസമല്ല, ദൈവം നല്ലവനാണെന്നും കരുണയുള്ളവനാണെന്നും സ്നേഹമുള്ളവനാണെന്നും എന്നുള്ള ഒരു വലിയ ഒരു വിശ്വാസം മനുഷ്യവംശത്തിന് നഷ്ടപ്പെട്ടു പോയി പാപം മൂലം. പക്ഷെ കൂടെ ദൈവം ഈ ഒരു കാര്യം മനുഷ്യവംശത്തെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കൂടെ ദൈവം നൽകുന്ന ഓരോ വെളിപ്പെടുത്തലുകളിലൂടെയും അതുപോലെ തന്നെ ഓരോ സാഹചര്യങ്ങളിലും കർത്താവ് ആ ഒരു വലിയ സന്ദേശത്തിലൂടെ സംസാരിക്കുന്നത്, ഞാൻ നല്ലവനാണ്, മകനെ മകളെ നീ എൻ്റെ കരുണയിലേക്ക് തിരിച്ചു വരിക, എൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. പക്ഷേ ഈ ഒരു കാര്യം പലപ്പോഴും മനുഷ്യൻ മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ കാണാൻ പറ്റും ഒത്തിരിയേറെ പാഷണ്ഡതകൾ നിലനിന്നിരുന്നൊരു കാലഘട്ടം കത്തോലിക്കാ സഭയിലുണ്ടായിരുന്നു. ഓരോ സഭാവിശ്വാസത്തെയും വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ അത് പാഷണ്ഡതകളിലേക്ക് പോയ സമയമുണ്ടായി. 15-ാം നൂറ്റാണ്ട്, 16-ാം നൂറ്റാണ്ട്, 17-ാം നൂറ്റാണ്ടിലൊക്കെ ഒത്തിരിയേറെ പാഷണ്ഡതകൾ കടന്നു വന്ന സമയമാണ്. പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവവും അതുപോലെ തന്നെ ജാൻസനിസം എന്ന് പറയുന്ന ഒത്തിരിയേറെ പാഷണ്ഡതകൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ ആളുകൾ അതിലേക്ക് ആകൃഷ്ടരായി. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടത്തിലും സഭാവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും കർത്താവിൻ്റെ കരുണയെയും സ്നേഹത്തെയും ഒക്കെ അവഗണിക്കുമ്പോൾ ദൈവം ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തികളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരുന്നു. അതായത് കർത്താവിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ എല്ലാവരും തിരിച്ചറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ ജാൻസനിസം എന്ന് പറയുന്ന ആ ഒരു വലിയ പാഷണ്ഡതയ്ക്ക് ഒരു മറുപടി എന്ന വിധം ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തൊരു വ്യക്തിയായിരുന്നു മാർഗരറ്റ് മേരി അലക്കൊക്ക്. ആ ഒരു വിശുദ്ധയുടെ ജീവിതത്തിലൂടെ തിരുഹൃദയ ഭക്തി ഒത്തിരിയേറെ പ്രചാരത്തിൽ വന്നു. അതായത് ഈശോയുടെ സ്നേഹവും കരുണയുമൊക്കെ മനസ്സിലാക്കി ആ ഒരു സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ളൊരു വലിയൊരു ആഹ്വാനം. വീണ്ടും പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം ഒക്കെ കൂടുതൽ ശക്തമായി കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ അധികാരവും സമ്പത്തും ഒക്കെ മറുവശത്തുണ്ടായിരുന്നപ്പോഴും അത് കൂടുതൽ പച്ചപിടിച്ച സമയത്ത് വീണ്ടും ദൈവം
പ്രത്യേകമായി തിരഞ്ഞെടുത്ത മറ്റൊരു വ്യക്തിയായിരുന്നു. അതായത് ദൈവ കരുണയെ എല്ലാവരിലേക്കും എത്തിക്കുവാനായിട്ട് പരിശ്രമിച്ച മറ്റൊരു വിശുദ്ധനായിരുന്നു വിശുദ്ധ അൽഫോൻസസ് ലിഗോരി. അൽഫോൻസസ് ലിഗോരി എന്ന ഈ ഒരു വിശുദ്ധനെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പ്രഘോഷിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നൊരു വലിയ പ്രത്യേകത, കുമ്പസാരവും വിശുദ്ധ കുർബാനയുമൊക്കെ അതത്ര വലിയ കോമണായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നൊരു കാര്യമായിരുന്നില്ല. ഇന്ന് കാലത്തൊക്കെ കുമ്പസാരിക്കാൻ ചെന്ന് കഴിഞ്ഞ് പാപങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിൻ്റെ പാപം മുഴുവൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ പറഞ്ഞ് ഓടിച്ചു വിടുമായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന എന്ന ആ ഒരു വലിയ കൂദാശ, മഹനീയമായ ആ ഒരു കൂദാശ ആണ്ടിലൊരിക്കലൊക്കെ ആളുകൾ സ്വീകരിക്കും. കാരണം അത്രമാത്രം അയോഗ്യതകളുള്ളവരാണ് അവരെന്ന് തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശയും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുമൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും മാത്രം അനുഭവിക്കുന്ന ഒരു വലിയ സൗഭാഗ്യമായിട്ട് മാറിയിരുന്നു. കാരണം അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഒരു ജാൻസനിസവും അതുപോലെ തന്നെ മറ്റ് ഭാഷണതകളുമൊക്കെ ഉണ്ടായിരുന്നു. കാരണം കർത്താവിൻ്റെ വലിയ സ്നേഹത്തിലേക്ക്, കരുണയിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിന് പകരമായി നിരാശയുടെ പടുകുഴിയിലേക്ക് ഇനി ഞങ്ങൾ പാപം ചെയ്തവരാണ്, ഇനി ഞങ്ങൾ ഒരിക്കലും രക്ഷിക്കപ്പെടില്ല എന്നുള്ള വലിയ ബോധ്യം ആളുകളുടെ മനസ്സിൽ കുത്തിനിറച്ച സമയമാണ്. അവിടെയൊക്കെ അത് ദൈവകരുണയ്ക്ക് ഒരു കുച്ചുവലം കിടന്ന് പാഷണ്ഡതകളായിരുന്നു. അതിനെ മറികടക്കാനായിട്ട് തിരുഹൃദയഭക്തിയൊക്കെ ആണെങ്കിൽ സാധാരണക്കാരുടെ ജീവിതങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രചാരണത്തിലായിരുന്നെങ്കിൽ അതേ സമയത്ത് ബൗദ്ധികമായിട്ട് ചിന്തിക്കുന്ന ഒത്തിരിയേറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. സന്യാസ ഭവനങ്ങളുണ്ടായിരുന്നു, ഇടവകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ ബൗദ്ധികമായിട്ട് ചിന്തിക്കുന്ന ഒത്തിരിയേറെ ആളുകളുടെ ഇടയിലേക്ക് അത് കടന്നു വന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിശുദ്ധ അൽഫോൻസസ് ലിഗോരി പ്രത്യേകമായിട്ട് തൻ്റെ ആ ഒരു പാണ്ഡിത്യത്തിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ ഒരു പുതിയ സുവിശേഷമാണ് നൽകിയത്. ഒരു പുതിയ സുവിശേഷം നൽകി. അതായത് ദൈവത്തിൻ്റെ സ്നേഹം കരുണയും അസ്തമിക്കുന്നതല്ല, മറിച്ച് അതിനുവേണ്ടി കുമ്പസാര കൂടുകളിലും ഓരോ ദേവാലയങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നല്ലവനും കാരുണ്യവാനുമായ ദൈവമുണ്ടെന്നുള്ള വലിയൊരു സുവിശേഷം. ദൈവകാരുണ്യനാഥനോടുള്ള ആ ഒരു വലിയ പ്രണയം, കുമ്പസാരം എന്ന കുദാശയിലൂടെ കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഒക്കെ ഏറെ അനുഭവിക്കുവാൻ ദൈവജനത്തെ ഏറ്റവും അധികം സഹായിച്ച ഒരു വിശുദ്ധ. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥനോടുള്ള വിശുദ്ധ കുർബാനയിലുള്ള ഈശോയോടുള്ള സ്നേഹം എന്തുമാത്രമാണ്. കുമ്പസാരം എന്ന കുദാശയിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ ഞാൻ അനുഭവിക്കാറുണ്ട്. നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാവുന്നൊരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും മാറ്റിവെക്കുന്ന കാര്യമാണ്. പ്രകാരമുള്ള ജീവിതമല്ല, മറിച്ച് കർത്താവിൻ്റെ നീതിയുടെയും പരിശുദ്ധിയുടെയും മുമ്പിൽ നമുക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യമുണ്ടെങ്കിലും നമ്മൾ രക്ഷിക്കപ്പെടുവാനായി ദൈവം മനുഷ്യവംശത്തിന് നൽകിയ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണയുടെ പേരാണ് ഈശോ. അതുകൊണ്ടാണ് ദൈവകരുണയുടെ ഛായാചിത്രത്തിൻ്റെ മുമ്പ് ഏറ്റവും താഴെ എഴുതി വച്ചിരിക്കുന്ന ജീസസ് ഐ ട്രസ്റ്റ് ഇൻ ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കാരണം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുവാനായിട്ടുള്ള യോഗ്യത ലഭിക്കുക. നമ്മുടെ കഴിവോ മേന്മയോ ഒന്നുമല്ല, മറിച്ച് ദൈവം കരുണ കാണിക്കുന്നത് അപ്രകാരം. അതുകൊണ്ട് അത് മനുഷ്യനൊരിക്കലും ഒരു നിരാശയല്ല, അത് പ്രത്യാശയിലേക്ക് നയിക്കുന്നൊരു കാര്യമാണ്. ദൈവകരുണ നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് സഭാ പഠനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഒരു ധ്യാനത്തിലൂടെ നമ്മൾ നമ്മുടെയൊക്കെ ബോധ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഒരു കുറവല്ല പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സൗഭാഗ്യം നേടുന്നതിന് വേണ്ടിയുള്ളൊരു കുറുക്കു വഴിയാണ്. അതായത് ഈശോയെ മുറുകെ പിടിച്ച് ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കരുണയിലാണ് നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കുക. കാരണം പിതാവായ ദൈവം മനുഷ്യവംശത്തിന് നൽകിയ സ്നേഹത്തിൻ്റെ കരുണയുടെ പേരാണ് ഈശോ. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ബോധ്യത്തോടുകൂടെ നമ്മുടെ എല്ലാ ജീവിത അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും കുറവുകളും ബലഹീനതകളും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കും. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് 142-ാം സങ്കീർത്തനം
അതിൻ്റെ 2-ാം തിരുവചനം പറയുന്നു, അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാദികൾ ചൊരിയുന്നു, എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുമ്പിൽ നിരത്തുന്നു. എൻ്റെ സങ്കടങ്ങളും വേദനകളുമൊക്കെ എനിക്ക് പറയാനും എന്നെ ക്ഷമയോടെ കരുണയോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നവൻ എൻ്റെ കൂടെ ഈ ദിവ്യകാരുണ്യത്തിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ അതെനിക്കൊരിക്കലും നിരാശയിലേക്കുള്ളൊരു വഴിയല്ല, മറിച്ച് അതെന്നെ പ്രത്യാശയിലേക്ക് നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം, വിശ്വാസബോധ്യം നമ്മുടെ ജീവിതങ്ങളിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും നമ്മൾ കടന്നു പോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർ, അതുപോലെ തന്നെ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് കടന്നു വരാനായിട്ട് കൊതിച്ചിട്ടും അവർക്ക് വരാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ കരുണയിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. കഠിനപാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഒത്തിരിയേറെ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ജീവിതത്തിൽ പാപത്തിൻ്റെ വലിയ ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒത്തിരിയേറെ ആളുകൾ, അവരെല്ലാം കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. അവരുടെ കഴിവോ മേന്മയോ അധ്വാനമോ ഒന്നുമില്ല, മറിച്ച് അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വലിയ കരുണയാണ് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നടത്തുക. ഒരു വലിയ ബോധ്യത്തോടെ എല്ലാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തെയും വിശ്വാസ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളും ബലഹീനതകളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കും. കർത്താവേ, നിൻ്റെ ശക്തിയാൽ നിൻ്റെ കരുണയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിരവധിയായ ആളുകളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും സമർപ്പിക്കുന്നു. ഈശോയെ, ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും വരും ദിവസങ്ങളിൽ ആലയത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നല്ല തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും